നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റിന്റെ ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. PWD അധികൃതരെ അനാസ്ഥ. കിഴക്കേക്കര കമ്പനിപ്പടി റോഡ് തകർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. വെള്ളം കെട്ടി നിൽക്കുന്നതോടെ വാഹനം ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ. അധ്യയനം ആരംഭിച്ചിട്ടും മൂവാറ്റുപുഴ ടൗൺ UP സ്കൂൾ കെട്ടിടത്തിന്റെ നവീകരണം പൂർത്തിയായില്ല. 50% പോലും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നില്ല. വിദ്യാർത്ഥികളും അധ്യാപകരും ദുരിതത്തിൽ. കോതമംഗലം രൂപത ചെറുപുഷ്പം മിഷൻ ലീഗിന് പുതിയ നേതൃത്വം. ഭാരവാഹി തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും നടത്തി. രൂപത പ്രസിഡന്റായി സജിൽ ജോർജ് കല്ലമ്പിള്ളിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രൈമറി കുട്ടികളുടെ സമഗ്ര വികസനം. മേക്കടമ്പ ഗവൺമെന്റ് LP സ്കൂളിന്റെ സ്റ്റാർസ് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടത്തി. CPI 100ാം വാർഷികാഘോഷ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു. മേള ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. വാർഷികവും അനുസ്മരണവും നടത്തി. എൽസ്റ്റൺ എബ്രഹാം പബ്ലിക് ലൈബ്രറി. ചലച്ചിത്ര സംവിധായകൻ ലീല L ഗിരീഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ അരങ്ങേറി. വാർത്തകൾ വിശദമായി. PWD അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് കിഴക്കേക്കര കമ്പനിപ്പടി റോഡ് തകർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. വാട്ടർ അതോറിറ്റി അധികൃതരുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡിലാണ് യാത്രക്കാർ ദുരിതത്തിലായത്. PWD അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾ നടത്തിയ കിഴക്കേക്കര കമ്പനിപ്പടി റോഡ് തകർന്ന് ഗർത്തം രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിൽ. ആവോലി പഞ്ചായത്ത് 1ാം വാർഡും 14ാം വാർഡും ചേർന്ന PWD റോഡിലാണ് യാത്രക്കാർ ദുരിതത്തിലായിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി പ്രധാന ബൈപ്പാസ് റോഡായി ഉപയോഗിക്കുന്ന ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ദിനംപ്രതി സഞ്ചരിക്കുന്നത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും തൊടുപുഴ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്ന റോഡിൽ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി PWD വകുപ്പിന് പണമടച്ചിരുന്നു. എന്നാൽ തുടർ നടപടി സ്വീകരിക്കേണ്ട PWD അധികൃതർ ഇപ്പോൾ അനാസ്ഥ തുടരുകയാണ്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഗർത്തമടയ്ക്കുന്നതിനായി കോൺക്രീറ്റ് ചെയ്യാനോ മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താനോ PWD അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് വാർഡ് മെമ്പർമാരായ രാജേഷ് പൊന്നുംപുരയിടം, ശ്രീനി വേണു എന്നിവർ പറഞ്ഞു. കുറച്ച് നാളുകളായിട്ട് 3-4 മാസമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥയാണ്. അതായത് മൂവാറ്റുപുഴ ഈ ടൗൺ വികസനമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിരവധി വണ്ടികൾ മുഴുവൻ ഈ കിഴക്കേക്കര ചാലിക്കടവിൽ നിന്ന് വന്ന് കമ്പനിപ്പടിയിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് എല്ലാ വണ്ടികളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ സംവിധാനമായിട്ട് പൈപ്പിടേണ്ട ഭാഗമായിട്ട് ഡിപ്പോസിറ്റ് PWD ഇട്ടിട്ടാണ് ഈ പൈപ്പ് ഇവിടെ ക്രോസ് ചെയ്ത് ഈ കാണുന്ന പൈപ്പ് ലൈനിൻ്റെ വർക്ക് ചെയ്ത്. അപ്പോൾ ഓൾറെഡി പൈസ അവിടെ PWD കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നിരന്തരം നമ്മൾ വേണ്ടിയിട്ട് റീടാർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പരിഹരിക്കണം. ഇങ്ങനെ റോഡ് മോശമായിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പരിഹരിക്കുന്നു പറയുമ്പോൾ ഈ വർക്ക് ഇതുവരെ PWD ഡിപ്പോസിറ്റ് വർക്കായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഇപ്പോൾ മഴക്കാലം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുഴി ശ്രദ്ധയിൽപ്പെടാണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ നിരവധി വണ്ടികൾ വന്ന് ഇവിടെ ആക്സിൽ പിടിക്കുന്നു, 2 വീലറുകാർ മറിയുന്നു, ഹെൽമെറ്റ് തലേന്ന് ഊരിപ്പോകുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പം മഴക്കാലം വന്നതോടുകൂടി റോഡ് മൊത്തം വെള്ളം കെട്ടാകുമ്പോൾ ഈ കട്ടിങ് കാണാൻ സാധിക്കുന്നില്ല വണ്ടിയിൽ വരുന്നവർക്ക്. അപ്പോൾ വണ്ടിക്കാർ 2 വീലറുകാർ വന്ന് മറിഞ്ഞ് നടന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി ബൈക്കിൽ വന്ന 2 പയ്യന്മാർ മറിഞ്ഞാടി കൈക്ക് ഫ്രാക്ചർ വന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി വലിയൊരു അപകടത്തിലേക്ക് വന്നതിനും പകരം ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തി തന്നെ മാത്രമാണ് അധികാരികളിലേക്ക് ഇത് എത്തിക്കണമെന്ന് മാത്രമേ പറയാനുള്ളത്. മഴ പെയ്യുമ്പോൾ ഗർത്തത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. തുടർച്ചയായി ഭാരവാഹനങ്ങളും മറ്റും എത്തുന്നതാണ് മാസങ്ങൾക്ക് മുൻപേ തകർന്നു തുടങ്ങിയ റോഡ് ഇപ്പോൾ കൂടുതൽ തകരുന്നതിനും ഗർത്തം രൂപപ്പെടുന്നതിനും കാരണമാകുന്നതെന്ന് പൊതുപ്രവർത്തകനായ ജോയ്സ് മുക്കുടം പറഞ്ഞു. ഭാരവണ്ടികളും ഒത്തിരിയേറെ വണ്ടികളും കയറി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ റോഡെല്ലാം വിണ്ട് കീറി കുണ്ടും കുഴിയുമായി കിടക്കുന്നു. പല വണ്ടികളും ഇവിടെ ഈ കുരിശുപള്ളിയോട് ചേർന്ന് ആ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് ആ കാനയിൽ ചെരിഞ്ഞ സംഭവമുണ്ട്. നാട്ടുകാർ കൂടിയാണ് ഉയർത്തിവിട്ടത്. മിനിറ്റുകളും മണിക്കൂറുകളും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് വലിയ വണ്ടികൾ വരുമ്പോൾ ഇത് ബ്ലോക്ക് ആവുകയാണ്. മറ്റു വഴിക്ക് പോകാൻ നിർവാഹമില്ല. അവിടെ പോലീസിൻ്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് ആ വഴി രക്ഷയില്ല. ഈ വഴിക്ക് നമുക്ക് അത്യാവശ്യം ഒരു മെഡിക്കൽ ആവശ്യത്തിന് പോലും പറ്റാത്ത അവസ്ഥയാണ്. റോഡ് തകർന്നതോടെ നാളുകളായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കിഴക്കേക്കര മുതൽ കമ്പനിപ്പടി വരെ എല്ലാ ദിവസവും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നതും പതിവായിരിക്കുകയാണെന്ന് പ്രദേശവാസിയായ സലീം പറഞ്ഞു. പിന്നെ ഡെയിലി പൈപ്പ് പൊട്ടലാണ്. കിഴക്കേക്കരയിൽ നിന്ന് കമ്പനിപ്പടി വരെ ആഴ്ചയിലല്ല ഡെയിലി 2-3 പൈപ്പ് പൊട്ടും. പിറ്റേ ദിവസം വന്ന് മാറ്റും, പിറ്റേ ദിവസം പിന്നെയും പൊട്ടും. PWD അധികൃതർ നാളുകളായി തുടരുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും പ്രദേശവാസികളെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്ന പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം.
അധ്യയനം ആരംഭിച്ചിട്ട് നിർമ്മാണം പൂർത്തിയാകാതെ മൂവാറ്റുപുഴ ടൗൺ UP സ്കൂൾ കെട്ടിടം. സ്കൂൾ മുറ്റത്ത് കൂട്ടിയിട്ടിരിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ദുരിതമാകുന്നു. സ്കൂൾ അധ്യയനം ആരംഭിച്ചിട്ടും മൂവാറ്റുപുഴ ടൗൺ UP സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായില്ല. ടെൻഡർ നടപടി പൂർത്തിയാക്കി 1 മാസം മുൻപ് നിർമ്മാണം ആരംഭിച്ചതിനാൽ വിദ്യാർത്ഥികൾ പരിമിത സൗകര്യങ്ങളിൽ അധ്യയനം നടത്തേണ്ട ഗതികേടിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ അപകട സാധ്യതയുമുണ്ട്. സ്കൂൾ മുറ്റത്ത് നിർമ്മാണ സാമഗ്രികളും മറ്റും കൂട്ടിയിട്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ദുരിതമാകുന്നുണ്ട്. ശതാബ്ദി പിന്നിട്ട മൂവാറ്റുപുഴ ടൗൺ UP സ്കൂൾ കെട്ടിടത്തിന് ബലക്ഷ്യം സംഭവിച്ചതിനാലാണ് 1975 നിർമ്മിച്ച കെട്ടിടം ബലപ്പെടുത്തി നവീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ 50% പോലും നവീകരണ പ്രവൃത്തി നടന്നിട്ടില്ല. നഗരസഭയുടെ 40 ലക്ഷം രൂപ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിയാണ് സ്കൂൾ കെട്ടിടം നവീകരിക്കുന്നത്. സെപ്റ്റംബറിലാണ് കരാർ കാലാവധി അവസാനിക്കുന്നതെന്നും 1 മാസം മുൻപാണ് നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചതെന്നും പഴയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര പൊളിച്ചു മാറ്റേണ്ടി വന്നതിനാൽ നിർമ്മാണത്തിൽ താമസം നേരിട്ടെന്നും കോൺട്രാക്ടർ രാജൻ പറഞ്ഞു. മാർച്ച് 28-ാം തീയതിയാണ് ടെൻഡർ ഇട്ടത്. അപ്പോൾ 1 മാസം മുമ്പേ AIC പറഞ്ഞു എൻ്റെ അടുത്ത് പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ എഗ്രിമെൻ്റ് വെച്ച് 3-4 ആഴ്ചയുള്ളൂ എഗ്രിമെൻ്റ് വെച്ച്. അതിന് മുമ്പേ 1 മാസം മുമ്പ് ഞാൻ പണി തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടാണ് ഞാൻ പണിതുകൊണ്ട് പോകാം. പണി ഞാൻ നിർത്തിയിട്ടില്ല. ഒരു ഞായറാഴ്ച വരെ ഞാനിവിടെ ഈ ടീച്ചർമാർക്ക് എല്ലാവർക്കും ഇതറിയാം. 6 മാസം നമുക്ക് കാലാവധിയുണ്ട് പണിയുടെ. നമുക്ക് പൂർത്തിയാക്കുന്ന സമയം അതിന് മുമ്പേ പണി തുടങ്ങി. 1 മാസം മുമ്പേ ഞാൻ പണി തുടങ്ങി. എഗ്രിമെന്റ് വെച്ചിട്ടില്ല. അതിന് മുമ്പേ ഞാൻ പണി തുടങ്ങി. AIC എൻ്റെ അടുത്ത് പറഞ്ഞു പണി പൂർത്തിയാക്കേണ്ടത് 6 മാസം ഉണ്ടായി. നിലവിൽ ഓഫീസ് മന്ദിരവും ചെറിയ കെട്ടിടവും മാത്രമാണ് ഉപയോഗ്യമായിട്ടുള്ളത്. ഇവിടെയാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. സമീപത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കുട്ടികൾക്ക് നിലവിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോതമംഗലം രൂപത ചെറുപുഷ്പം മിഷിലിങ്ങിന് ഇനി പുതിയ നേതൃത്വം. 2025-28 പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും നടന്നു. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റർ സെന്ററിൽ നടന്ന ചടങ്ങിൽ രൂപത പ്രസിഡന്റായി സജിൻ ജോർജ് കൊല്ലംപിള്ളിയിൽ, ജനറൽ സെക്രട്ടറിയായി ജെറി ജി അറക്കൽ, ഓർഗനൈസറായി ജിജോ തോമസ് എന്നിവരെ തെരഞ്ഞെടുക്കപ്പെട്ടു. മിഷി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് മുതുപ്ലാക്കൽ നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടതിൽ പ്രസംഗിച്ചു. മേക്കടമ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രൈമറി കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഏർപ്പെടുത്തിയ സ്റ്റാർ വർണ്ണക്കൂടാര പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പും SSKയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് KP അബ്രഹാം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. CPI 100ാം വാർഷികാഘോഷ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു. CPI എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. CPI 100ാം വാർഷികാഘോഷ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു. മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ഈ മഹാരാഷ്ട്രയിലെ ബ്രാഹ്മിൻസിന്റെ ഇടയിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. ഇപ്പോഴും ഈ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഫട്നാവിസ് എല്ലാം ആ വിഭാഗത്തിൽപ്പെട്ട ആ വിഭാഗത്തിന്റെ പേര് ചിത്പവൻ ബ്രാഹ്മിൻസ് എന്നാണ്. അവരുടെ ധാരണ ഇന്ത്യയിലെ ബ്രാഹ്മണരിൽ ഏറ്റവും ശുദ്ധ പവൻ മറ്റ് ബ്രാഹ്മണർ അവരെന്നാണ്. കാശി ബ്രാഹ്മണരെക്കാൾ, കാശ്മീരി ബ്രാഹ്മണരെക്കാൾ, ബംഗാളി ബ്രാഹ്മണരെക്കാൾ, അലഹാബാദ് ബ്രാഹ്മണരെക്കാൾ അറിവുള്ളവരും മികവുള്ളവരും കഴിവുള്ളവരുമായ ബ്രാഹ്മണർ ഈ ചിത്പവൻ ബ്രാഹ്മിൻസ് ആണ്. അപ്പൊ അദ്ദേഹം ഒരു ചിത്പവൻ ബ്രാഹ്മിൻസ് ആണ്. അവരൊരു ധാരണ, ഇന്ത്യക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമെങ്കിൽ, ഇന്ത്യക്കൊരു സംഘടന ഉണ്ടാവണമെങ്കിൽ, ഇന്ത്യക്കൊരു സമരം നയിക്കണമെങ്കിൽ അതിന് കെൽപ്പുള്ളത് അവർക്കാണ്. അതുകൊണ്ട് അന്നുള്ള ഒരു സംഘടന കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെ നയിക്കേണ്ടത് അവരാണ്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA നവാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ, സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം EK ശിവൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം ബാബു പോൾ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ ഇബ്രഹാം, CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സീന ബോസ് എന്നിവർ പങ്കെടുത്തു. സൗത്ത് മാറാടി എൽസ്റ്റൺ എബ്രഹാം പബ്ലിക് ലൈബ്രറി വാർഷികാഘോഷവും അനുസ്മരണവും സംഘടിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകൻ ലീല L ഗിരീഷ് കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി സോഷ്യൽ മീഡിയയുടെ പ്രസിദ്ധീകരിച്ച കവിതകൾ ഉൾപ്പെടുത്തി കവിതാ മാല എന്ന പേരിൽ
തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ ലീല ഗിരീഷ് കുട്ടൻ നിർവഹിച്ചു. തുടർന്ന് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കലാപരിപാടികളും അരങ്ങേറി. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടിപൂജയും സർപ്പപൂജയും 2025 ജൂൺ 1 ഞായറാഴ്ച. പോത്താനിക്കാട് കാക്കത്തോട്ടത്തിൽ KV അബ്രാഹാം നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 10 പോത്താനിക്കാട് ഇമ്മിണിക്കുന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിൽ. ഭാര്യ ലീലാമ്മ, പുളിന്താനം മടക്കേടത്ത് കുടുംബാംഗം. മക്കൾ ആൽവിൻ, ഡെൽവിൻ. മരുമക്കൾ പ്രീഷ, ജുലിയാന. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.